ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഉച്ചക്ക് ചോറൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ, വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇതേപോലെ അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും ശർക്കര ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയം തന്നെ ഞാനൊരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കല്ലുള്ള ശർക്കര ഒക്കെ വെച്ചാൽ അത് അരിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിൽ കല്ലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2-3 ഏലക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് നല്ല ജീരകവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഉരുക്കിയെടുക്കുക. ഈ ശർക്കര നല്ലോണം ഉരുകി വന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ശർക്കര നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ ഒരു 1/4 ടീസ്പൂണ് അത്ര മതിയാവും കേട്ടോ, കൂടി പോകാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നെയ്യും ചേർത്ത് കൊടുക്കണം എന്തായാലും, നല്ല ടേസ്റ്റ് ആയിരിക്കണം നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ശർക്കര ഒന്ന് നല്ലോണം മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അരമുറി മാത്രം മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ശർക്കര 3 അച്ച് ശർക്കര അങ്ങനെ കണ്ടെടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ അധികം തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ ഇത് നല്ലോണം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ ശർക്കരയൊക്കെ ഇടന്നിട്ട് ഇതൊന്ന് നല്ലോണം വെന്ത് വറ്റി വരണം കേട്ടോ. തീ കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കൈ വെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. കുറച്ച് നേരത്തേക്ക് പെട്ടെന്ന് തന്നെ ഇത് വറ്റി വന്നോളൂ. അപ്പോൾ ഇതാ കുറച്ചൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതായിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് വറ്റി വരാനുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളിപ്പോൾ വെള്ളമൊക്കെ വറ്റിയല്ലോ, കുറച്ചൊന്ന് വറ്റിയല്ലോ. ഇനിയിപ്പം ഞാൻ തീയൊന്ന് കുറച്ച് വെക്കുന്നുണ്ട്. അതിൽ കിടന്ന് അങ്ങനെ ആവും കേട്ടോ. ഈ ഒരു നേരം കൊണ്ട് നമുക്കിവിടെ ചോറ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു പ്ലേറ്റ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിലൊരു മുഴുവനായിട്ട് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റിലുള്ള മുഴുവനായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു കൈ കണക്കനുസരിച്ചാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു 2-3 പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ ചോറ് എടുത്തിട്ടും ചെയ്യാം. ബാക്കിയുള്ള സാധനങ്ങൾ കൂട്ടി കൊടുത്താൽ മതിയേ. പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കും കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലായി ആവേണ്ട കേട്ടോ, കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ വരെ മതിയാവേ. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇത് ഏകദേശം മുങ്ങി നിൽക്കാനുള്ള ഒരു പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അടിച്ചെടുക്കുക. നമുക്ക് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതാ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അരച്ചെടുത്ത കൂട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പാക്കറ്റ് പത്തിരിപ്പൊടിയില്ലേ, പൊടിപ്പത്തിരി, അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിലവർ ഇടിയപ്പത്തിൻ്റെ പൊടി എന്നൊക്കെ പറയുക. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിപ്പോൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്നില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അത്രയും ടൈറ്റായിട്ട് വേണ്ട, കുറച്ചൊന്ന് ലൂസായിട്ട് നിന്നോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുഴച്ച് നോക്കിയിട്ട് കുറച്ചും കൂടി പൊടി വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് കയ്യിലുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ, അല്ലെങ്കിൽ കയ്യുമ്മൽ പറ്റി കളിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചോറല്ലേ, അതുകൊണ്ട് കയ്യിലുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് കുറച്ചൊന്ന് ടൈറ്റായി എന്ന് തോന്നിയാൽ കൈ കൊണ്ട് കുഴച്ച് കൊടുത്താൽ മതിയാവേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ ഒന്നും കൂടി ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അളവ് പറയലെന്ന് പറഞ്ഞത്. കാരണം ചോറിൻ്റെ അകത്ത് നമ്മൾ എത്ര പൊടി ഇട്ടാലും ഒരു ടൈറ്റ് ആവാത്ത പോലെ നമുക്ക് തോന്നും, ഒരു പറ്റുന്നത് പോലെയൊക്കെ തോന്നൂല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം പത്തിരിക്ക് കുഴക്കുന്ന പോലെ ആണ് കുഴച്ചെടുക്കുന്നത്.
ഇതാ കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടിയാൽ മതിയാവും. എന്നാലും കൈമേൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇനി ഇതാ വെളിച്ചെണ്ണ അല്ല കേട്ടോ, വെള്ളം കേട്ടോ, വിട്ടുപോയതാ. വെളിച്ചെണ്ണ വേണമെങ്കിൽ തടവ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ കുറച്ച് വെള്ളത്തിൽ ഞാൻ കൈ തട്ടിയിട്ട് ഇതേപോലെ ഞാൻ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. വാഴൻ്റെ ഇലയിൽ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. നല്ലോണം നൈസാക്കി തന്നെ പരത്തുക കേട്ടോ. നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈ കുത്തിയിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ പരത്തിയാൽ മതി കേട്ടോ. കുറേ വെള്ളം എടുക്കരുത്. ഒന്ന് കൈ കുത്തിയതിന് ശേഷം വേഗം ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ഈ ഒരട കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നേരത്തെ ഞാൻ ആക്കി വെച്ച തേങ്ങൻ്റെ മിക്സില്ലേ, അതുപോലെ നല്ലോണം വറന്ന് വന്നിനു കേട്ടോ. വറന്നല്ല, ഒരു ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിനു. വെള്ളം വറ്റിയാൽ മാത്രം മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇട്ടാൽ മതിയാവും. കാണിക്കാൻ വിട്ടുപോയതാണ് എന്നോട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഫില്ലിംഗ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ രണ്ട് ഭാഗത്തൊന്നും ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഇതേപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതെന്താ കളർ വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ വാട്ടിയെടുത്തതാണ് കേട്ടോ ഇല. അതുകൊണ്ടാണ് ഈ ഒരു ഇലക്ക് കളർ വ്യത്യാസം കാണുന്നത്. ഇനി ഇതാ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഒന്നും കൂടി. അപ്പോൾ ഇതാ വാഴൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഇതേപോലെ എടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ കൈ കുത്തിയതിന് ശേഷമാണ് കേട്ടോ മാവ് എടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് കൈമേൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനാവില്ല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളത്തിൽ കൈ കുത്തിയിട്ട് ഇതേപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു അട കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതേപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഫില്ലിങ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നല്ല തിന്നായിട്ടുള്ളൊരു മാവാന്നല്ല. അപ്പോൾ കുറേ ഒന്നും ഫില്ലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് എന്നിട്ട് രണ്ട് സൈഡിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പിന്നെയും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ കറക്റ്റ് അല്ലേ? അപ്പോൾ കാണാനും കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആവിച്ചമ്പിൻ്റെ അകത്ത്. ഇനിയിപ്പോൾ നമ്മളെ തട്ടിലേക്ക് താത്തി വെച്ച് കൊടുക്കാം. നമ്മളെ അട ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചോലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞൊരു അടയാണ്. അപ്പോൾ ഇതാ ഒരു പ്രാവശ്യമെങ്കിലും ചോറുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തുറന്നാൽ തന്നെ ഇങ്ങനെ മനസ്സിലാവും. നല്ല സോഫ്റ്റാണ് അട. അപ്പോൾ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഇനിയും പുതിയ റെസിപ്പിയുമായി കാണാം. പുതിയതല്ല, എന്നാലും ഒരു വെറൈറ്റി ഒരു അട ആണിത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുതിയതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.